ഈ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കർത്താവിൻ്റെ വചനം ആയതുകൊണ്ട് സൗഖ്യം സംഭവിക്കും, വിടുതലുണ്ടാവും, പൈശാചിക പീഡകൾ വിട്ടുപോകും, രോഗം സുഖപ്പെടും, മനസ്സിന് സമാധാനം കിട്ടും, പരിശുദ്ധാത്മാവ് നിറയും, ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വചനം വായിച്ചുകൊണ്ടിരുന്നാൽ സംഭവിക്കും. അതുകൊണ്ട് എന്നോട് ഈ നാളുകളിൽ കർത്താവ് എനിക്ക് തന്നിട്ടുള്ള വലിയൊരു ബോധ്യം, എന്നെ പലപ്പോഴും കർത്താവ് ശാസിക്കുന്ന ഒരു വിഷയം എന്താണെന്നറിയാമോ? ഞാനിങ്ങനെ ആവശ്യമില്ലാത്ത ഉദാഹരണങ്ങളെല്ലാം പറയും. അത് ഓരോ തവണയും കർത്താവ് എന്നെ ശാസിക്കും. നീ വചനം മാത്രം പറഞ്ഞാൽ മതി, ഉദാഹരണം ഒന്നും പറയണ്ടെന്ന് പറയും. മനസ്സിലായി? ഉദാഹരണം പറഞ്ഞില്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞിട്ട് തന്നെ ഇവിടെ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും പറയാൻ എനിക്ക് പലപ്പോഴും കർത്താവ് അനുവാദം തരില്ല. പിന്നെ ഞാൻ ഈ അവിവേകം കാണിച്ച് ഇതൊക്കെ പറയുന്നതാണ്. അപ്പോൾ പരമാവധി ചിലപ്പോൾ അത് ചില സമയത്ത് ശാസിക്കും ദൈവം. ശാസിക്കും എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ചില ആളുകളിലൂടെ വന്ന് ദൈവം ശാസിക്കും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി